Greetings to you all in the mighty and precious name of Jesus Christ. സ്വർഗത്തിൽ യാഗപീഠത്തിലെ തീ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് എൻ്റെ കഴിഞ്ഞ 2 വീഡിയോ ആരാധനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ യാഗപീഠത്തിലെ തീയെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന, ആരാധന. ഞാൻ എൻ്റെ വീഡിയോ ആരാധനയെക്കുറിച്ചുള്ള 1ഉം 2ഉമുള്ള സ്വർഗത്തിലെ ഉത്സവത്തെക്കുറിച്ചുള്ള വീഡിയോയെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചതുപോലെ ഒരു വിശുദ്ധൻ്റെ ആരാധന, വീണ്ടും ജനിക്കപ്പെട്ട വിശുദ്ധർ ദൈവത്തിൻ്റെ മക്കളുടെ ആരാധന, അത് സ്വർഗത്തിലെ ഉത്സവമാണ്. ആ സ്വർഗത്തിലെ ഉത്സവത്തെങ്കിൽ ഒരു കാര്യം സംഭവിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ യാഗപീഠത്തിൽ ധൂപവർഗത്തോടൊപ്പം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ കയറി ചെല്ലും, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ് ആ വിശുദ്ധൻ്റെ പ്രാർത്ഥന പ്രവർത്തിക്കുന്നത്? സ്വർഗത്തിലൊരു യാഗപീഠമുണ്ട്. ആ ധൂപവർഗം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ വെളിപാടിൻ്റെ വേറൊരു അധ്യായത്തിൽ പറയുന്നു, ധൂപവർഗത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ആഡ് ചെയ്ത് ഇത് സ്വർഗത്തിൽ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആ യാഗപീഠത്തിലെ തീ കത്തും. അപ്പോൾ ആ തീ 24/7 കത്തുവാൻ വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ രാത്രിയും പകലും ദൈവം സൃഷ്ടിച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വിശുദ്ധൻ്റെ ആരാധന, ഒരു വീണ്ടും ജനിക്കപ്പെട്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളുടെ ആരാധന. ദേശം മുഴുവൻ ആരാധിച്ചില്ലെങ്കിലും ഐ ഫീൽ ഒരു വ്യക്തി മതി, ഒരു കുടുംബം മതി. ആ ആത്മീയ ആരാധന വെളിപ്പെട്ടാൽ, ആ ആത്മീയ ആരാധന ഒരു ദേശത്ത് ഒരു വ്യക്തിയുമില്ല, പക്ഷേ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി അവൻ്റെ ജഡത്തെ മറന്ന് അവനെ തന്നെ മറന്ന് ആത്മീകമായി ക്രിസ്തുവിനോടൊപ്പം അവൻ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ യാഗപീഠത്തിലേക്ക് ആ വിശുദ്ധൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെ യാഗപീഠത്തിലേക്ക് കയറി ചെല്ലുക. ആ യാഗപീഠത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തീ ആളിക്കത്തും. ആ തീ ആളിക്കത്തുമ്പോൾ അതിൽ നിന്ന് കനലെടുത്ത്, വെളിപാടിൽ പറയുന്നു, എടുത്ത് ഭൂമിയിലേക്ക് എറിയുന്നു. ആ കനലെറിയുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കനലെറിയുന്നതിനെക്കുറിച്ച് യെശയ്യാവിൽ നമ്മൾ വായിക്കുന്നു. ആ കൊടിൽ കൊണ്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിൽ നിന്ന് കനലെടുത്ത് യെശയ്യാവിൻ്റെ അധരത്തിന്മേൽ തൊട്ടപ്പോൾ അവൻ്റെ അകൃത്യം നീങ്ങി. അതുകൊണ്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് പോലെ ഇന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നത്, തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ ഫലമോ നിലമോ വെന്തുപോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ തീ യാഗപീഠത്തിലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇപ്പോൾ ചൈന ഈസ് ദ മെയിൻ പ്രൊഡ്യൂസർ ഓഫ് ലിഥിയം അയോൺ ബാറ്ററിക്ക് വേണ്ട എല്ലാ ചിപ്സിനും വേണ്ട ബേസിക് മിനറൽ കണ്ടന്റ് ചൈന ഈസ് ദ ബിഗസ്റ്റ് പ്രൊഡ്യൂസർ. ചൈന അത് സ്റ്റോപ്പ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ? എൻ്റെ വേൾഡ് വിൽ ബി ഇൻ എ ഫിക്സ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചിപ്പിൽ കൂടാണ് ഭൂരിഭാഗം കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. ആ ചിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ മേജർ കമ്പോണൻ്റാണ് ഈ മിനറൽ. അതുപോലെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ യാഗപീഠത്തിൻ്റെ ബേസിക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് നിൻ്റെ പ്രാർത്ഥന. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയല്ല ആരാധന. ഐ കറക്റ്റ് ദാറ്റ്, പ്രാർത്ഥനയല്ല ആരാധന. ജഡം മറന്ന് ഒരുവൻ്റെ ജഡത്തെ മറന്ന് ആത്മീകമായിട്ടുള്ള ഒരു ആരാധന സ്വർഗത്തിലെ ആ യാഗപീഠം കത്തുന്നതിനുള്ള ബേസിക് ഒരു കമ്പോണൻ്റ് ആണെന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കിന്ന് മനസ്സിലാക്കി തന്നു. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധൻ്റെ പ്രാർത്ഥന ആ യാഗപീഠത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ യാഗപീഠത്തിൽ നിന്ന് തീ വീഴും. ആ തീ വീഴുന്നത് ഞാൻ കഴിഞ്ഞ എൻ്റെ ആരാധനയുടെ 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും യോസഫിൻ്റെ മേലെ തീ വീണു സിംഹത്തിൻ്റെ കുഴിയിൽ. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മേലെ തീ വീണു. എന്ത് സംഭവിച്ചു? കാട് കത്തിപ്പോയി. എന്താണ് ആ കാട്? അവരെ ബന്ധിച്ചിട്ടിരുന്ന ചങ്ങലകൾ, ബന്ധനങ്ങളെല്ലാം തീയിൽ കഴിഞ്ഞുപോയി. ആ തീ എന്ന കാട് കത്തിപ്പോയി. തീയുടെ ബലം കെടുത്തു. ആ സ്വർഗത്തിൽ നിന്ന്, ആ യാഗപീഠത്തിൽ നിന്ന് കനൽ അവരുടെ മേൽ വീണപ്പോൾ, അവരുടെ ആരാധനയെങ്കിൽ ആ കനൽ വീണപ്പോൾ അവരുടെ കൈകളിലെ ചങ്ങലകൾ മാറി. ആ തീയുടെ ബലം കെട്ടു. സിംഹക്കുഴിയിൽ ദാനിയേലിൻ്റെ, യോസഫിൻ്റെ സിംഹത്തിൻ്റെ ബലം, സിംഹം പ്രാവും കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീർന്നു. സിംഹത്തിൻ്റെ വന്യ സ്വഭാവങ്ങൾ മാറിപ്പോയി. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. എന്ത് സംഭവിച്ചു? അവരുടെ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. 1ാം വാതിലും 2ാം വാതിലും 3ാം വാതിലും തടന്ന് കാട് കത്തിപ്പോയി. എന്നിട്ട് അവർ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. അതുപോലെ തന്നെ തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ ഫലമോ നിലമോ വെന്തുപോയെങ്കിൽ തീ കത്തിച്ചേരുന്നു. അപ്പോൾ കറ്റക്കൂട്ടത്തിന് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടതുപോലെ എന്താണ് ആ കറ്റക്കൂട്ടത്തിന് എങ്ങനെ ദോഷം സംഭവിക്കും? ഇതേ തീ സ്വർഗത്തിൽ നിന്ന് പൗലോസിൻ്റെ മേൽ വീണപ്പോൾ കറ്റക്കൂട്ടം വെന്തുപോയി. എന്താ വെന്തുപോയത്? അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി.
ആമേൻ. എന്നാൽ ആ തീ കത്തിച്ചവൻ ആമേൻ പകരം കൊടുത്ത് പൗലോസിന് ആ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ അപ്പോസ്തലനായി അവനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന, വിശുദ്ധൻ്റെ ആരാധന ഒരു വീണ്ടും ജനിക്കപ്പെട്ട ജഡീകമായ ആരാധനയല്ല ഞാൻ ഈ പറയുന്നത്. ആത്മാവിലുള്ള ആരാധന, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന സ്വർഗത്തിൽ അത് വളരെ 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 ആവശ്യമാണ്. ആ യാഗപീഠം കത്തണമെങ്കിൽ. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വേറൊരാൾ പ്രാർത്ഥിക്കും. ഇതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ രാത്രിയും പകലും ഉണ്ടായിരിക്കുന്നത്. 24/7 ഈ യാഗപീഠം കത്തിക്കൊണ്ടിരുന്നേ പറ്റുള്ളൂ. ഭൂമിയുടെ ഒരു സൈഡിൽ മനുഷ്യർ കിടന്നുറങ്ങുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഈ ഭൂമിയുടെ ഏതെങ്കിലുമൊക്കെ മുക്കിലൊക്കെ ഈ ആത്മീയ ആരാധന വെളിപ്പെടും. അതുകൊണ്ട് 24/7 ഈ ആത്മീയ ആരാധന ജഡീകമായിട്ടുള്ള ആരാധനയല്ല, ശബ്ദത്തിൻ്റെ പെരുക്കത്തിലുള്ള ആരാധനയല്ല. ആത്മീയ ആരാധന, സകലതും മറന്നുള്ള ആത്മീയ ആരാധന വെളിപ്പെടുമ്പോൾ ഈ യാഗപീഠം കത്തുകയും ആ യാഗപീഠത്തിൽ നിന്ന് തീ നിൻ്റെ മേൽ വീഴുമ്പോൾ നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുകയും നീ ഒരു സ്വസ്ഥതയുടെ ശബത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെനിക്ക് ഇന്ന് പകർന്നു തന്നതാണ്. ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. സർവശക്തരായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.